ഫുൾ എ പ്ലസ് നേടിയിട്ടും ഇഷ്ടപ്പെട്ട സ്കൂളിൽ ഇഷ്ടപ്പെട്ട വിഷയത്തിന് സീറ്റ് ലഭിക്കാത്തത് എന്തൊരു കഷ്ടമാണ്. ആ കഷ്ടതയെ മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അറിയാം, തീർച്ചയായിട്ടും ഏകദേശം 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ നമ്മളെ എല്ലാ വർഷവും SSLC എക്സാം എഴുതി പാസ്സാവുന്നുണ്ട്. ഈ പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം അവരുടെ മൗലികമായ അവകാശമാണ്. എന്നിരുന്നാൽ പോലും അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നിഷേധിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് സർക്കാരിൽ നിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെന്ന് വെച്ചാൽ, പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സീറ്റ്, അതും ഗവൺമെൻറ് സീറ്റ് കൊടുക്കുക എന്നത് സർക്കാരിൻ്റെ തന്നെ ബാധ്യതയാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് പഠിക്കാനുള്ള ലഭ്യമായ സീറ്റുകൾ അവൈലബിൾ അല്ല. പ്രത്യേകിച്ച് നമ്മുടെ ഉത്തര കേരളത്തിൽ കോഴിക്കോട്, കാസർഗോഡ്, മലപ്പുറം, പാലക്കാട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ. എന്നിരുന്നാൽ പോലും ഇപ്പോഴും സീറ്റ് ലഭിക്കാത്ത പല വിദ്യാർത്ഥികളിലും ചിലർക്കെങ്കിലും സീറ്റ് ലഭിക്കാനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്ക് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. നമ്മൾ ഓൾറെഡി മെയിൻ അലോട്ട്മെൻറ്റിലെ അതിലെ ഫസ്റ്റ് ട്രയലും ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ അലോട്ട്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ മിക്ക മീൻസ് ഒരു 70% പേർക്ക് അവിടെ സീറ്റ് ലഭിച്ചിട്ടുണ്ടാകും. സോ നിങ്ങൾ ഓൾറെഡി അവിടെ സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേര് ആ ലിസ്റ്റിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ പറയുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ അപേക്ഷിക്കാൻ പറ്റില്ല. ആർക്കെല്ലാമാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ പറ്റുക? നിങ്ങൾ നേരത്തെ മെയിൻ അലോട്ട്മെൻറ്റിൽ അഥവാ നിങ്ങൾ അപേക്ഷ നൽകിയിട്ടുണ്ട്, പക്ഷേ ആ അപേക്ഷ നൽകി നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, നമുക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. നിങ്ങൾ ഓൾറെഡി അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്ക് എന്തില്ല, സീറ്റ് ലഭിച്ചിട്ടില്ല. അത്തരം ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഇനി മെയിൻ അലോട്ട്മെന്റ് അപേക്ഷ നൽകാൻ സാധിക്കാത്തവർക്കും, നിങ്ങൾ ഓൾറെഡി അപേക്ഷ നൽകിയിട്ടില്ല, മെയിൻ അലോട്ട്മെന്റ് നിങ്ങൾ അപേക്ഷിച്ചിട്ട് തന്നെ ഇല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പുതുതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. മൂന്നാമതൊരാൾ കൂടിയുണ്ട്. നിങ്ങൾ ഓൾറെഡി അലോട്ട്മെന്റ് അപേക്ഷിച്ചിട്ടുണ്ട്, പക്ഷേ ആ അപേക്ഷ നൽകിയതിൽ ചില തെറ്റായ വിവരങ്ങൾ ഉള്ളത് കാരണം നിങ്ങൾക്ക് എന്ത് കിട്ടിയിട്ടില്ല, സീറ്റ് ലഭിച്ചിട്ടില്ല. സോ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഓൾറെഡി ചെയ്തിട്ടുള്ള അപേക്ഷ എന്ത് ചെയ്യാം, തെറ്റ് തിരുത്തി പുതുക്കിയിട്ട് എന്ത് ചെയ്യാം, പുതുതായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലൂടെ അപേക്ഷിക്കാം. അപ്പോൾ 3 ആൾക്കാരാണ്. ഒന്ന് നിങ്ങൾ ഓൾറെഡി അപേക്ഷ നൽകിയിട്ട് നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല. രണ്ടാമത് നിങ്ങൾ മെയിൻ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് അപേക്ഷിക്കാം. മൂന്നാമത് നിങ്ങൾക്ക് തെറ്റായ വിവരം, നിങ്ങൾ ഓൾറെഡി നൽകിയ അപേക്ഷയിൽ തെറ്റായ വിവരം കാരണമാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ തെറ്റ് തിരുത്തി പുതുക്കി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അപേക്ഷിക്കാം. ഇതിന് പുറമെ മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ട്. കേരളത്തിൽ ഏകദേശം 14ഓളം മോഡൽ റെസിഡൻഷ്യൽ സ്കൂൾ ഉണ്ട്. സംവരണ സീറ്റുകളാണ്. SC ST തുടങ്ങിയ വിദ്യാർത്ഥികൾക്കാണ് അവിടെ അവസരം ലഭിക്കുക. സോ അത്തരത്തിലുള്ള സ്കൂളുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്കും ഒഴിഞ്ഞു കിടക്കുന്ന സീറ്റിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെന്റും ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. സോ അപ്പോൾ 3ന് പുറമെ 4ാമതൊരു പോയിന്റ് കൂടി എന്ത് ചെയ്യുക, നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ആ ഒരു കാസ്റ്റിൽപ്പെട്ട ആൾക്കാരാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ ഒരു അഥവാ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളാകുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള പഠന സൗകര്യവും റെസിഡൻഷ്യൽ സംവിധാനം ഉണ്ടാകും, പഠിക്കാൻ പറ്റും, ഭക്ഷണം ഒക്കെ അവിടെ സൗജന്യമായി എന്ത് ചെയ്യും, നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ സൗകര്യമാണ് നിങ്ങൾക്ക്. സോ അവിടെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യുക, അത് സെലക്ട് ചെയ്യുക. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഡേറ്റ് ഇന്ന് ജൂലൈ 2-ാം തീയതി അല്ലേ, കൃത്യം 10 മണിക്കാണ് അപേക്ഷ തുടങ്ങുന്നത്. ഈ ജൂലൈ 4-ാം തീയതി വരെയാണ് ഇതിൻ്റെ ഡേറ്റ് ഉള്ളത്. സോ 4-ാം തീയതി വരെ അപേക്ഷിക്കാം. ഇന്ന് തുടങ്ങി 4-ാം തീയതി വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപേക്ഷിക്കാം. ഇന്ന് രാവിലെ 9 മണിക്ക് തന്നെ നമ്മുടെ HSCAPന്റെ സൈറ്റിൽ എന്തുണ്ട്, ഈ ഒരു വേക്കൻസി ഉള്ള സ്കൂളുകളുടെ ലിസ്റ്റ് തന്നിട്ടുണ്ട്. സോ നിങ്ങളെ അപേക്ഷിക്കാൻ എങ്ങനെ എളുപ്പത്തിൽ സീറ്റ് ലഭിക്കാം എന്നുള്ളൊരു വീഡിയോ നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ കണ്ടാൽ എളുപ്പത്തിൽ എങ്ങനെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് സീറ്റുകൾ ലഭിക്കാമെന്ന് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ ആ ഒരു വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് ശേഷം നിങ്ങൾ കണ്ടിരിക്കണം. അപ്പോൾ 9 മണിക്ക് തന്നെ സ്കൂളുകളുടെ ഡീറ്റെയിൽസ് ലിസ്റ്റ് എന്ത് ചെയ്യും, അവിടെ അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം, ആ ലിസ്റ്റ് നോക്കിയിട്ട് നിങ്ങളുടെ നാട്ടിനടുത്തുള്ള സ്കൂളുകൾ നിങ്ങൾ ലിസ്റ്റ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കൊടുക്കാം. ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കാണ് അപേക്ഷിക്കാൻ പറ്റാത്തത്? ചില ആൾക്ക് അത് അപേക്ഷിക്കാൻ സാധിക്കില്ല. ആർക്കൊക്കെ? ഒന്നാമത്തത്, നിങ്ങൾക്ക് ഏതെങ്കിലും സീറ്റിൽ, നിലവിൽ ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾക്ക് എന്തുണ്ട്, നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ട്. ഇപ്പം മെറിറ്റ് ആവട്ടെ, സ്പോർട്സ് കോട്ട ആവട്ടെ, മാനേജ്മെന്റ് കമ്മ്യൂണിറ്റി, ഏതെങ്കിലും കോട്ടയിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇനി സ്കൂൾ മാറിയാലോ എന്ന് കരുതിയിട്ട് സപ്ലിമെൻ്ററി അപേക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റില്ല. രണ്ടാമത്തത്, മെയിൻ അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചു, പക്ഷേ നിങ്ങൾ ജോയിൻ ചെയ്തില്ല. നിങ്ങൾ എന്ത് ചെയ്തു, അവിടെ ജോയിൻ ചെയ്യാൻ പോയിട്ടില്ല. അങ്ങനെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് കിട്ടില്ല. അലോട്ട്മെന്റ് ലഭിച്ചിട്ട് സീറ്റിന് വേണ്ടി ഹാജരാകാത്തവർക്ക്, നിങ്ങൾ സീറ്റ് വേണ്ടി എന്തില്ല, അവിടെ ഹാജരാകാതെ, അത് തന്നെയാണ് മെയിൻ പറയുന്നത്. അപ്പോൾ മെയിൻ അലോട്ട്മെന്റ് സീറ്റ് ലഭിച്ചു, പക്ഷേ നിങ്ങൾ എന്തില്ല, അവിടെ ജോയിൻ ചെയ്യാതെ നിങ്ങൾ ഹാജരാവാതെ എന്ത് ചെയ്തു, നിങ്ങൾ തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെയും സീറ്റ് ലഭിക്കില്ല. ഇനി ഓൾറെഡി അവിടെ ജോയിൻ ചെയ്തു, എന്നിട്ട് ആ ഒരു സീറ്റ് നിങ്ങൾ ക്യാൻസൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് അവിടെ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ പറ്റില്ല. ഇനി നിങ്ങൾ ജോയിൻ ചെയ്ത് അവിടെ TC വിടുതൽ സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് തിരിച്ചു വരികയാണെങ്കിൽ അതും എന്തുണ്ടാകും, നിങ്ങൾക്ക് ഈ ഒരു ലിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ് എന്ത് ചെയ്യാൻ പറ്റില്ല, സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അപേക്ഷിക്കാൻ എന്തില്ല, സാധിക്കില്ല.
ഇനി നിങ്ങൾ ജൂലൈ 2 ഇന്ന് മുതൽ ജൂലൈ 4 വരെ നിങ്ങൾ അപേക്ഷിച്ചിട്ട് നിങ്ങളുടെ അപേക്ഷകളൊക്കെ സ്വീകരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ സോർട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ജൂലൈ 8-ാം തീയതിയാണ് സപ്ലിമെൻ്ററിയുടെ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് വരിക. സോ നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് കിട്ടിയിട്ടുണ്ടോ, ഏതൊക്കെ സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയെന്ന് എന്ത് ചെയ്യാം, അവിടെ എന്ത് ചെയ്യും നിങ്ങൾക്ക് വരും. സോ അതനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോയിട്ട് അഡ്മിഷനും കാര്യങ്ങൾ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ സീറ്റ് ലഭിക്കാതെ ഇനിയും ബാലൻസ് കിടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ അപേക്ഷ കൊടുത്തിരിക്കണം. അതിലൂടെ നിങ്ങൾ സീറ്റ് ലഭിച്ചിരിക്കണം, വാങ്ങിയിരിക്കണം. All the very best.